ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. സെപ്റ്റംബർ 14, അതായത് ഇന്നലെ എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ഒരുപാട് ആൾക്കാർ കാത്തിരുന്നൊരു ദിവസമാണ്. കാര്യം ആപ്പിൾ ഇവന്റ് നടന്ന ദിവസമായിരുന്നു ഇന്നലെ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ആപ്പിൾ ഇവന്റിന്റെ ഈ ഇവന്റുകളൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് എനിക്ക് തോന്നുന്നു 2-3 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരായിരിക്കും. ഒന്ന് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഗാഡ്ജറ്റ് പ്രേമികളായിട്ടുള്ള ആൾക്കാർ. മറ്റൊന്ന് പറയുന്നത് ഇത്തരം ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ്സുകളൊക്കെ വിറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് വിഭാഗം ആൾക്കാർ. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇത് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. കാര്യം ഓരോ പ്രോഡക്റ്റിൻ്റെയും പുതിയ പുതിയ ഡിസൈൻസ്, അതിലുണ്ടായിരിക്കുന്ന പുതിയ ഇന്റർഫേസിന്റെ ചേഞ്ചസുകൾ, കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗക്കാരാണ് നമ്മൾ ഡിസൈനേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ നടന്ന ഇവന്റ്സുകൾ എനിക്ക് തോന്നുന്നു കേരളത്തിലും ഓൾമോസ്റ്റ് എല്ലാ ഡിസൈനേഴ്സും അത് എക്സ്പ്ലോർ ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഥവാ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് apple.com-ലെ ആപ്പിൾ ഇവന്റ്സ് എന്ന് പറയുന്ന ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ലേൺ മോർ ബട്ടണിലൂടെ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസുകളും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതിനകത്ത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകൾ, അതിൻ്റെ ഫീച്ചേഴ്സുകൾ, കാര്യങ്ങളെല്ലാം ഈ ഒരു ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഡിസൈനേഴ്സ് എന്ന നിലയിൽ നമ്മുടെ ഇപ്പോഴത്തെ മോസ്റ്റ് മോഡേൺ യൂസർ ഇന്റർഫേസ് ഡിസൈനിങ്ങിൽ നമ്മൾ വെബ്സൈറ്റുകൾ മാത്രമല്ല, മൊബൈൽ ആപ്ലിക്കേഷൻസുകൾ, അതുപോലെ തന്നെ ഫോണിൻ്റെ ഇന്റർഫേസിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഫോണിൽ വന്നിരിക്കുന്ന പുതിയ അതിൻ്റെ ഇന്റർഫേസിലുണ്ടായ മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് വാച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ വാച്ചിന്റെ UI യൂസർ ഇന്റർഫേസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ ആപ്പിൾ വാച്ചിന്റെ ഇന്റർഫേസ്, അതുപോലെ തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഐപാഡ് മിനി. വളരെ നമ്മുടെ ഈ ഇൻഡസ്ട്രിയെ തന്നെ, അതായത് ഈ ഒരു ഗാഡ്ജറ്റ്സ് ഇൻഡസ്ട്രിയെ വളരെയേറെ സ്വാധീനിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഡിസൈനേഴ്സ് എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഈ ഒരു ലിങ്ക് നിർബന്ധമായിട്ട്, ഇതിലെ കുറെ ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിവരിക്കാൻ ഞാൻ ആളല്ല, മറിച്ച് ഡിസൈൻ എന്നുള്ള ഒരു തലത്തിലൂടെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതിൽ വന്നിരിക്കുന്ന ഇന്റർഫേസിലെ ഓരോ മാറ്റങ്ങളും, ഓരോ പുതിയ കാര്യങ്ങളും, അതിനകത്ത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന മെത്തഡോളജീസുകൾ, പുതിയ കളേഴ്സുകൾ അവർ യൂസ് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം തന്നെ ഡിസൈനേഴ്സിന്റെ പെർസ്പെക്റ്റീവിലൂടെ കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ ഒരുപാടുണ്ട്. അതിനകത്ത് ഇപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ എടുത്തു പറയുകയാണെങ്കിൽ ഐപാഡ് മിനിയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയേണ്ട കുറേ ഫീച്ചേഴ്സുകളുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് തലത്തിലൂടെ നിങ്ങൾ നോക്കിയിരുന്നാലും, അതിൻ്റെ ഒരു ഇന്റർഫേസ് ലെവലിലൂടെ നിങ്ങൾ നോക്കിയിരുന്നാലും ഒക്കെ തന്നെ പ്രോഡക്റ്റിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും ഡിസൈനേഴ്സ് എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പ്രോഡക്ട്സുകൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി ഇതിൻ്റെ ഫീച്ചേഴ്സുകളെല്ലാം നോക്കണം. ഇപ്പോൾ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടച്ച് ID കണ്ടോ, ഈ കാണുന്ന ഈ നമ്മുടെ മോണിറ്ററിൽ കാണുന്ന പോലുള്ള ഈ ടച്ച് ID ഫെസിലിറ്റി ഒക്കെ തന്നെ യൂസർ എക്സ്പീരിയൻസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലേറ്റസ്റ്റ് ഇതാണ്. ഇപ്പോൾ ഈ പുതിയതായിട്ട് കാണുന്നിരിക്കുന്ന ഐപാഡ് മിനിയിൽ നമുക്ക് നമ്മുടെ ഫിംഗർ വെച്ച് തന്നെ ടച്ച് ID യൂസ് ചെയ്ത് അത് ലോഗിൻ ചെയ്യാനുള്ള ഫെസിലിറ്റി, അതുപോലെ തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും, അതിന്റെ പവർഫുൾ ആയിട്ടുള്ള അതിന്റെ ഡിസ്പ്ലേ കാര്യങ്ങളായിരുന്നാലും അതിന്റെ മെമ്മറി ആയിരുന്നാലും എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു നല്ല അത്യാവശ്യം ഒരു ഗ്രാഹ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് ടെക്നിക്കൽ പെർസ്പെക്റ്റീവിൽ മാത്രമല്ല, അതിന്റെ ഇന്റർഫേസിൽ ഡിസൈനിങ്ങിൽ എന്ന നിലയിൽ നമ്മൾ ഇന്റർഫേസ് ഡിസൈനേഴ്സും
അതിൽ നല്ല രീതിയിലൊരു ഗ്രാഹ്യം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു പുതിയ ലോഞ്ചിങ്ങുകളെല്ലാം തന്നെ ഡിസൈൻ പെർസ്പെക്റ്റീവിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്ക് നിർബന്ധമായിട്ടും ഡിസൈനേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ ഓരോ ആൾക്കാരും ഇതിന് ലേൺ മോർ ക്ലിക്ക് ചെയ്ത് ഈ പുതിയ ഓരോ പ്രോഡക്ട്സിന്റെയും എല്ലാ ഫെസിലിറ്റികളും, അത് ടെക്നിക്കൽ മാത്രമല്ല ഡിസൈൻ തലത്തിലും ഡിസൈനിലുപരി ആ ഒരു പ്രോഡക്റ്റിന്റെ എന്താണ് അതിന്റെ ഒരു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു പോക്ക്, അതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ്, ഇതെല്ലാം ഡിസൈനേഴ്സ് എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തെങ്കിലും കാരണത്താൽ ഇന്നലത്തെ ഇവന്റ് കാണാൻ പറ്റാതെയോ അല്ലെങ്കിൽ ഈ ഒരു പുതിയ ന്യൂസ് ആൾക്കാർ ഏതെങ്കിലും ഡിസൈനേഴ്സിന്റെ ഇടയിൽ കേരളത്തിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും അത്തരക്കാർ നിർബന്ധമായിട്ടും ഇത് കാണണം. ഈ ലിങ്ക് ഫുള്ള് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ഇത്തരത്തിലുള്ള ആപ്പിളിന്റെ പുതിയ ഇവന്റിലൂടെ വന്ന് പുതിയ മാറ്റങ്ങളും പുതിയ പ്രോഡക്ട്സുകളെ കുറിച്ചും പഠിച്ചിരിക്കണം. അത് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, ഈ പ്രോഡക്ട്സുകളെല്ലാം നിങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തോളുക. അപ്പോൾ നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.